ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മോർട്ടം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ നിരാശാജനകമായ ഒരു ദിവസം എന്ന് തന്നെയാണ് പലപ്പോഴും നമുക്ക് ഇന്ന് സംഭാവന ചെയ്തത്. കാരണം പലപ്പോഴും മാർക്കറ്റ് മുകളിലോട്ട് കയറും എന്നൊരു പ്രതീതി വരുത്തി തീർത്ത് അവസാനം വരെ മാർക്കറ്റ് നേരെ താഴോട്ട് ഏകദേശം പോയിൻ്റ് 100 പോയിൻ്റ് മുകളിലോട്ട് പോയ മാർക്കറ്റ് പിന്നെ അവസാനം ക്ലോസ് ചെയ്ത് 125 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തത് അല്ലേ. അപ്പം ഇപ്പം വരുന്ന വാർത്തകൾ ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നിടം വരെ പ്രത്യേകിച്ച് നെഗറ്റീവ് ന്യൂസുകളോ സംഭവവികാസങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, പ്രത്യേകിച്ച് സംഭവവികാസങ്ങളൊന്നുമില്ല നെഗറ്റീവ് ന്യൂസുകൾ. പക്ഷെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വളരെയധികം ഓവർ റിയാക്ട് ചെയ്തു. ഓക്കെ, വളരെയധികം ഓവർ റിയാക്ട് ചെയ്തു, കറണ്ട് പോയി. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അനുസരിച്ചല്ല പോകുന്നത്, അതിനേക്കാൾ കൂടുതൽ ഓവർ റിയാക്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്, ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഇപ്പോൾ വരുന്ന ന്യൂസുകൾ, ഇപ്പം നിലവിൽ നമ്മൾ US മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റായിട്ടാണ് ഓടുന്നത്. ആ സമയത്ത് നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 200 പോയിൻറ്റിനടുത്ത് അപ്സൈഡിലാണ് മാർക്കറ്റ് ഓടിക്കൊണ്ടിരുന്നത്. ഏകദേശം നമ്മുടെ സമയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3:30 സമയത്ത് നമ്മളുടെ US മാർക്കറ്റ് ഓടിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു 150-200 പോയിൻ്റ് പോസിറ്റീവിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പൊട്ടിയത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ ചിന്തിക്കാനുള്ള കാര്യം ഇപ്പം വരുന്ന ന്യൂസുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആശങ്കാജനകമായ ന്യൂസുകളാണ് വരുന്നത്. കാരണം ഇറാൻ അവരുടെ എല്ലാ സമവായ ചർച്ചകളിൽ നിന്നും പിന്മാറി എന്നൊരു ന്യൂസാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഏത് നിമിഷവും അടുത്ത മണിക്കൂറുകളിൽ മറിയാം കാര്യങ്ങൾ. ഓക്കെ, കാര്യങ്ങൾ വളരെയധികം മറിയാം. പക്ഷെങ്കിൽ ഇപ്പം നിലവിൽ വരുന്ന ന്യൂസുകൾ അവരെല്ലാ ചർച്ചകളിൽ നിന്നും പിന്മാറി വീണ്ടും അവർ ഹോർമൂസ് അടയ്ക്കും എന്നൊരു ഭീഷണിയും അവർ മുഴക്കിയിട്ടുണ്ട്. ഇത് ഒരു പക്ഷെങ്കിൽ മൊത്തത്തിലൊരു നെഗറ്റീവിസം മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഒരു പരിധി വിട്ട് മാർക്കറ്റ് താഴെ പോകത്തില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ വ്യൂ. ഓക്കെ, ഇത് എൻ്റെ മാത്രം പേഴ്സണൽ വ്യൂ ആണ്. ഒരു പരിധി വിട്ട് മാർക്കറ്റ് താഴെ പോകാനുള്ള സാധ്യത വളരെ അധികം വിരളമാണ്. കാരണം മുന്നോട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളും ഡേറ്റകളും ഒക്കെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മാർക്കറ്റ് ഒരു പരിധി വിട്ട് താഴോട്ട് പോകാനുള്ള സാധ്യത ഞാൻ പറഞ്ഞല്ലോ. ഇത് തെറ്റിപ്പോകാം. എൻ്റെ മാത്രം ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ എൻ്റെ മാത്രം ഒരു ചിന്താഗതിയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഇത് വെച്ച് നിങ്ങളാരും ട്രേഡ് എടുത്ത് നഷ്ടം വന്നോ ലാഭം വന്നാൽ ആരും തെറി പറയത്തില്ല. പക്ഷെ നഷ്ടം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയും. അതുകൊണ്ട് ആരും എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങളൊരു ഇത് വെച്ച് ഒരു ട്രേഡ് എടുക്കാൻ പാടില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അതൊക്കെ സ്വന്തം റിസ്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എനിക്കിവിടെ പറയാനുള്ളത്, അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ സാധൂകരിക്കുന്ന ഒരു ഡേറ്റയാണ് ഇന്ന് FISൻ്റെ ഡേറ്റ വന്നിരിക്കുന്നത്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലെ പൊസിഷൻസ് വന്നേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ എൻ്റെ തമ്പനിൽ അത് ഇട്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ ഇവിടെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. ഇന്നത്തെ ഫ്യൂച്ചർ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 90% ഷോർട്ട് സൈഡിലാണ്. ഫ്യൂച്ചറിൻ്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ FIS 90% ഷോർട്ട് സൈഡിലാണ്. അതുപോലെ തന്നെ അതായത് ബ്രോക്കേഴ്സും 41% ഷോർട്ട് സൈഡിലാണ്. ഇത് സത്യം പറയാൻ നമുക്ക് വളരെയധികം ആശങ്കാജനകമാണ് ഈ ഡേറ്റ കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് FISൻ്റെ പൊസിഷൻസ് 80% ഷോർട്ടിന് മുകളിലാണ്. 86, 88, 87, 85 ആ റേഞ്ചിലാണ് എപ്പോഴും പോയിരിക്കുന്നത്. ഇന്നാണ് 90% ഷോർട്ട് സൈഡിലേക്ക് അവരുടെ പൊസിഷൻസ് കൂട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം ഒരു ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ 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 കോഷ്യസ് ആയിരിക്കണം. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഓപ്ഷൻ ബയേഴ്സിന് ട്രേഡ് ഭയങ്കര റിസ്ക്കിയാണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ന്യായമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് പിന്മാറുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ വളരെ ക്ലിയറായിട്ട് പറയുകയാണ്. എനിക്ക് എന്തെങ്കിലും ബൂസ്റ്റപ്പാക്കി എന്തെങ്കിലും ഒരു ഷോ കാണിച്ച് പറയണം, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷെങ്കിൽ മാർക്കറ്റിൻ്റെ റിയാലിറ്റി ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാം, ഒരു തരത്തിലും ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ളൊരു സാഹചര്യമല്ല മാർക്കറ്റിൽ ഓപ്ഷൻ ബയേഴ്സിനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകും. കാരണം ഓരോ മണിക്കൂറുകൾ അല്ല ഓരോ മിനിറ്റുകൾ ഇടവിട്ട് പല ന്യൂസുകളാണ് വരുന്നത്. ആ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് ആ വഴിക്കാണ് പോകുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആകാതെ ഒരിക്കലും നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങിൽ നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ന്യായം പാലിക്കുന്നതായിരിക്കണം. 5 പോയിൻറ്റ് 10 പോയിൻറ്റ് കിട്ടി നിങ്ങൾ അതുകൊണ്ട് തൃപ്തി അടയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള അവസരമുണ്ട്. ഇന്നും അവസരം ഉണ്ടായിരുന്നു. ഇത് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇന്നും അവർക്ക് അവസരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്നു. ഈ 23,646 പുറത്ത് താഴോട്ടിറങ്ങി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ടിറങ്ങി ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കലെന്ന് ഞാൻ പറഞ്ഞു. വെരി ക്ലിയറായിട്ട് പറഞ്ഞു ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കല്ലേ. 23,500 അടുപ്പിച്ചപ്പോൾ ഇവിടെ പലരും ട്രേഡ് എടുത്തവരുണ്ട്. പലരും എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മാന്യമായിട്ടുള്ളത്. ഇവിടുന്ന് മാർക്കറ്റ് ഏകദേശം ഒരു 100 പോയിൻറ്റിനടുത്ത് ഈ 500 എവിടം വരെ വന്ന് മാർക്കറ്റ് 513 വരെ മാർക്കറ്റ് വന്നില്ലേ. 513 613 100 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് നമുക്കിവിടെ കിട്ടി. ഇവിടെ മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ധാരാളം 10 പോയിൻറ്റും 15 20 പോയിൻ്റ് എടുത്ത് മാറുന്ന ധാരാളം ആൾക്കാരുണ്ട്. ധാരാളം പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു ലൈൻ മുട്ടാൻ നിങ്ങൾ നോക്കിയിരിക്കരുത്. ഒരിക്കലും ഒരു ലൈനല്ല, ഒരു ബേസ്, ഒരു റേഞ്ചാണ് എപ്പോഴും ഓരോ വരകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ആൾക്കാരാണ്. എനിവേ ഞാൻ തർക്കിക്കാനൊന്നും ഞാനാണെങ്കിൽ മാർക്കറ്റിൻ്റെ റിയാലിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ 23,646 എത്തുന്നതിന് മുമ്പ് വീണ്ടും അവിടെ നിന്നിട്ട് അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടു അല്ലേ. ഇവിടെ വന്നപ്പോൾ ഞാൻ മാർക്കറ്റിൽ ക്ലിയറായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക് ന്യായമായിട്ട് അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ബുക്ക് ചെയ്ത് മാറണം എന്ന് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് നേരെ വീണ്ടും തിരിച്ച് താഴെ വന്നു. ഇവിടുന്ന് തിരിച്ചും ഒരു റീബൗണ്ട് ഒരു സ്വഭാവം മാർക്കറ്റ് കാണിച്ചു. പക്ഷെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്തില്ല, നേരെ മാർക്കറ്റ് തിരിച്ച് താഴെ പോയിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു 23,500 താഴെ, രാവിലത്തെ വോയിസ് കേട്ടവർക്കറിയാം, 23,500 താഴെ ഡിസസീവായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് താഴോട്ട് ഒരു ചാൻസ് ഉള്ളൂ. എപ്പോഴും താഴോട്ട് വന്നാലും മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു അല്ലേ. മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാകും, ഇവിടെ മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തു അല്ലേ. മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്നു, വീണ്ടും ഈ വരയിൽ തന്നെ ഒന്ന് റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ താഴോട്ട് പോരും. അപ്പോൾ എത്ര പേർക്ക് ആ ഓപ്പർച്യൂണിറ്റി, ഞാൻ തർക്കിക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചവർ ഓക്കെ, ധാരാളം പേർ ഉപയോഗിച്ചവരുണ്ട്, സമ്മതിച്ചു. നഷ്ടം പറ്റിയവരുണ്ട്, സ്റ്റോപ്പ് ലോസ് അടിച്ചവരുണ്ട്, എല്ലാവരെയും ഞാൻ അംഗീകരിക്കുന്നു. കാരണം നിങ്ങളിവിടെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്ഷൻ ബയേഴ്സ്, എനിക്ക് പറയാനുള്ള കാര്യം, ഓപ്ഷൻ ബയേഴ്സ് ഇവിടെ നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരൊറ്റ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 2 എക്സ്പയറിക്ക് അപ്പുറത്തുള്ള സ്ട്രൈക്കുകൾ മാത്രമേ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. അതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഉള്ള കാര്യം ഞാൻ ക്ലിയറായിട്ട് പറയുകയാണല്ലോ. കഴിവതും നിങ്ങൾ മന്ത്ലി എക്സ്പയറിയോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് അപ്പുറമുള്ള എക്സ്പയറിയോ വല്ലതും സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സാവകാശം കിട്ടും അല്ലേ, ഒരു സാവകാശം കിട്ടും കൃത്യമായി. കാരണം നാളെ എക്സ്പയറിയാണ്, ഇന്നത്തെ തിങ്കളാഴ്ചയാണ്. മാർക്കറ്റ് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പം കറണ്ട് എക്സ്പയറിയിൽ മാർക്കറ്റ് ഇന്ന് തന്നെ ധാരാളം പ്രീമിയം. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, ഇന്ന് രാവിലെ ഈ 23,600 മേളിൽ മാർക്കറ്റ് പോയി, 23,730 വരെ മാർക്കറ്റ് പോയി ഇല്ലേ. പക്ഷേ മാർക്കറ്റ് 23,730 വരെ മാർക്കറ്റ് പോയിട്ടും 23,600 സി കയ്യിലുള്ളവർക്കോ 23,700 സി കയ്യിലുള്ളവർക്കോ 5 കാശിൻ്റെ ഗുണമുണ്ടായില്ല. 23,600 ഹോൾഡ് ചെയ്തവർക്ക് കോസ്റ്റ് പോലും പ്രൈസ് ഇവിടുന്ന് വീണ്ടും 100 പോയിൻറ്റ് മേളിൽ പോയിട്ടും കോസ്റ്റ് പോലും അവരുടെ പ്രൈസ് എത്തിയില്ല. കാരണം എന്താണ്? കാരണം ഞാൻ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, വീണ്ടും നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ പറയാം. ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ്, ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമാണ്, വീണ്ടും യൂട്യൂബിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ നോക്കിയ കറക്റ്റായിട്ട് മനസ്സിലാവും, മാർക്കറ്റിനെ പഠിക്കുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ സ്പോട്ടും
ഫ്യൂച്ചറും തമ്മിലുള്ള അകലം ഏകദേശം 200 പോയിൻ്റ് ആയിരുന്നു. 200 പോയിൻ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും. സ്പോട്ടും ഫ്യൂച്ചറും തമ്മിലുള്ള അകലം ഏകദേശം 200 പോയിൻ്റ് ആയിരുന്നു. ആ 200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് ഈ 200 എന്നുള്ളത് 70-80 പോയിൻ്റായിട്ട് മാറി വ്യത്യാസം. അപ്പം ഏകദേശം 130 പോയിൻറ്റിൻ്റെ വ്യതിയാനം ഫ്യൂച്ചറും പിന്നെ സ്പോട്ട് തമ്മിലുണ്ടായി. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ്. ഫ്യൂച്ചർ അടപടല താഴെ പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും CCAത്തിൽ അപ്രീസിയേഷൻ കിട്ടാവുന്നതിൻ്റെ അതിൻ്റെ പിന്നിലെ രഹസ്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതാണ് ഒരു സെക്കൻഡ് എടുത്തോട്ടെ, ഇത് ഒന്ന് വലുതാക്കിക്കോട്ടെ. ഈ കാണുന്നതാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ അല്ലേ. ഈ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നേരെ താഴോട്ടാണ് പോരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ നിഫ്റ്റിയുടെ സ്പോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത്രയും മുകളിലോട്ട് പോയി ഇല്ലേ. ഏകദേശം 130 ഓപ്പൺ ചെയ്ത് ഏകദേശം 730 വരെ പോയി. 730 വരെ മാർക്കറ്റ് ഇത്രയും യാത്ര ചെയ്തു. പക്ഷേ ഫ്യൂച്ചറിന് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയൊരു ക്യാൻഡിലാണോ നിങ്ങളിവിടെ കാണുന്നത്? ഈ നിഫ്റ്റിയുടെ സ്പോട്ടിനകത്ത് കാണുന്ന ഇത്രയും വലിയൊരു ക്യാൻഡിലാണോ കാണുന്നത്? അല്ല. ഇവിടെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ സാധനം നേരെ താഴോട്ട് പോരുമായിരുന്നു അല്ലേ. അതിനുശേഷം ക്രമാതീതമായിട്ട് താഴോട്ട് തന്നെ ഇങ്ങ് പോരുമായിരുന്നു. നിങ്ങൾ ഫ്യൂച്ചർ സ്പോട്ട് നോക്കിക്കഴിഞ്ഞാലോ മാർക്കറ്റ് താഴോട്ട് വന്നു, ഒന്ന് മുകളിലോട്ട് കയറി, പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ വലിയ വാലുകളാണ്. ഈ വാലുകൾക്കകത്തിലൊക്കെ നിങ്ങളുടെ പ്രീമിയം നല്ല പോലെ ഉരുകിത്തീരും. അപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതാ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ നിങ്ങൾ. നിഫ്റ്റി സ്പോട്ട് ഓടുന്നത് 165 പോയിൻറ്റിൻ്റെ ഒരു നെഗറ്റീവിലാണ് ഓടുന്നത്. അതേസമയം ഇന്ന് ഫ്യൂച്ചർ ഓപ്പൺ ചെയ്ത് താഴെ പോയി 286 പോയിൻറ്റ്, ഏകദേശം 165, 265, 75, 85, 120 പോയിൻറ്റിന് വ്യത്യാസമുണ്ട്. ഞാൻ ഇന്നലെ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളിതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളിതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയും പഠിച്ചിരിക്കണം. ചിലർക്കൊക്കെ വിരക്തി തോന്നും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്തുണ്ടോ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ മാർക്കറ്റിൽ നിങ്ങളെ പ്രൈസ് മൂവ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇത് ക്ലാസ്സിൽ വന്നവർക്കൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 200 വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിരക്തി തോന്നും ഈ കേക്ക് നേരം. താല്പര്യമുള്ളവർ കേൾക്കുക, ആവശ്യക്കാർ കേൾക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം വെള്ളിയാഴ്ച 200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, തമ്മിലുള്ള വ്യത്യാസം 200 പോയിൻ്റ് ഉണ്ടായിരുന്നു. ആ 200 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കുക. ഇപ്പം വെറും 165 പോയിൻറ്റ് നിഫ്റ്റി സ്പോട്ട് വീണപ്പം ഫ്യൂച്ചർ 286 പോയിൻറ്റ് വീണു ഇല്ലേ. ഏകദേശം 120 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് 200 120 പോയിട്ട് ബാക്കി എത്ര ഉണ്ട്? 80 പോയിൻറ്റ്. ഇപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം എത്ര ഉണ്ട്? 23, 382, 462. എത്ര ഉണ്ട് വ്യത്യാസം? 60, 20, 80 പോയിൻറ്റ്. കണക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ കേട്ട് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നാൽ ഏറെക്കുറെ നിങ്ങളുടെ നഷ്ടത്തെ നിങ്ങൾക്ക് ലഘൂകരിക്കാൻ പറ്റും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾ പഠിക്കാതെ കുറുക്ക് വഴികളിലൂടെ നിങ്ങൾക്ക് 5 കാശ് ഓപ്ഷൻ ബൈ വഴി നിങ്ങൾക്ക് നേടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ന്യായത്തെ മുറുകെ പിടിക്കുക. മാന്യമായ രീതിയിൽ കൃത്യമായ ലെവലുകൾ വരുമ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. മാന്യമായ പ്രോഫിറ്റ് കിട്ടിയാൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയുള്ളൂ. ഞാൻ എന്നും പറയുന്നതാണ്. നിങ്ങൾക്ക് വിരക്തി തോന്നാം, പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഞാനിപ്പം ഓൾറെഡി ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നാളെ നമുക്ക് ഇപ്പം നിലവിൽ US മാർക്കറ്റ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡൗ ജോൺസ് ഇപ്പോൾ ഏകദേശം 143 പോയിൻ്റുള്ള പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഈ ഒരൊറ്റ ഡയലോഗാണ്, ഞങ്ങൾ എല്ലാ കാര്യത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞു. ഇനി അടുത്ത മണിക്കൂർ ഇത് മാറ്റി പറയുന്ന അറിയത്തില്ല. ഇപ്പം ട്രംപിനെ പോലെ ഇറാൻ്റെ ടീമുകളും പഠിച്ചുപോയി മാർക്കറ്റിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന്, കാശ് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അവരും പഠിച്ചുപോയി. ഇനിയിപ്പോൾ ഓപ്പറേറ്റേഴ്സിനെ വെച്ച് കളിക്കുന്നതാണെന്ന് നമുക്കറിയത്ത് ഇല്ല. എനിവേ US മാർക്കറ്റ് പൊട്ടുന്ന അവരിപ്പോൾ ഓൾ ടൈം ഹൈ 50,000 കടന്ന് ഓൾ ടൈം ഹൈയിലെത്തി കളിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. കാരണം പാതാളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്
എന്തൊക്കെയാണ് അടുത്ത ദിവസങ്ങൾ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേ ക്യാൻഡിലൂടെ വരാം. ഡേ ക്യാൻഡിലൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡേ ക്യാൻഡിൽ ഒന്ന് എടുത്ത് നോക്കാം. നോക്കൂ, ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഈ 23,338 നമുക്ക് അടുത്ത ഒരു സപ്പോർട്ടായിട്ടുള്ളത്. 23,238. അപ്പോൾ നാളെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇതിന് താഴെയാണോ 23,238 താഴെയാണോ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഇതിന് താഴെ 23,238 താഴെ നാളെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും നമ്മുടെ പഴയ ട്രെൻഡ് ലൈനിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾ ഡേ വൈസിലൂടെയുള്ള ക്യാൻഡിലുകൾ നോക്കുക, എങ്ങനെയാണ് എൻ്റെ ബിഹേവിങ്സ് നോക്കുക. അങ്ങനെ ഇതിൻ്റെ താഴെ 238 താഴെ മാർക്കറ്റ് പോയാൽ തിരിച്ച് വീണ്ടും 22,200 എന്നൊക്കെ പറയുന്ന ഈ ട്രെൻഡ് ലൈൻ ഏരിയയിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യം ഇരിക്കുക, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ 336 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇല്ലെങ്കിൽ 210 നിങ്ങൾ വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 210 താഴെയാണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ 210 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. 210 ഏരിയയിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കി മാത്രം നിങ്ങളുടെ ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇപ്പം നിലവിലെ അവസ്ഥയിൽ നിങ്ങൾ നാളെ വാച്ച് ചെയ്യേണ്ടത് 23,210 മുകളിലാണോ താഴെയാണോ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അത് മാത്രം നോക്കുക. അതിനുശേഷം ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് മാത്രമേ. കാരണം രാത്രിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും 23,210 നിങ്ങളൊരു തലവരയായിട്ട് വരച്ചിടുക. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കി അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ബാങ്ക് നിഫ്റ്റി വീണ്ടും നമ്മുടെ പഴയ ലൈനിൽ എത്തിയിട്ടുണ്ട്. വെരി ക്ലിയറാണ്, നമ്മുടെ പഴയ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഇത് കുറേ നാളുകൾ കൊണ്ട് ഈ ലൈനിൽ കിടന്ന് കളിക്കുന്ന ഒരു ഏരിയയാണിത്. അതുകൊണ്ട് ഈ ലെവലിൽ നോക്കി നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നല്ല രീതിയിൽ BSE പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 4,200-300 റേഞ്ചിൽ പോയ BSE മാന്യമായി പൊട്ടി ഇപ്പോൾ 4,060 അതുപോലെ തന്നെ ആ മിഡ് ക്യാപ്പിൽ ബാക്കിയുള്ളവർ HDFC AMC ഡിക്സണും ഹീറോ മോട്ടോകോപ്പും എല്ലാവരും നല്ല രീതിയിൽ കൊമിൻസൊക്കെ 200 പോയിൻ്റ് പൊട്ടി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് 200 പോയിൻ്റ് മിഡ് ക്യാപ്പിനകത്തിലും കണ്ടത്. അപ്പോൾ അങ്ങനെ മിഡ് ക്യാപ്പിനകത്തിൽ ഇനി ഒരു ഫർദർ ഫോൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് 14,118. ഈ 14,118 ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ 14,000 താഴോട്ടൊക്കെ നമ്മൾ കാണേണ്ടി വരും. അപ്പം അതിൽ ട്രേഡ് ചെയ്യുന്നവർ BSE നോക്കി ഹീറോ മോട്ടോകോപ്പിനെ നോക്കിയൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സെൻസെക്സിൻ്റെ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഇനി അതിനൊരു പരാതി വരണ്ട. സെൻസെക്സിൻ്റെ കാര്യം വീണ്ടും നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 73,625 എന്ന് പറയുന്ന ഈ ലൈൻ ഇത് നമ്മൾ വാച്ച് ചെയ്യുക. ഈ 73,625 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ 772-785 വരെയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലെവലുകളൊക്കെ വരച്ചു വിട്ടിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. നാളെ സെൻസെക്സിൽ ശ്രദ്ധിക്കേണ്ടത് 73,625 എന്ന് പറഞ്ഞ ലൈനാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കി മാത്രം നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. കുറച്ച് നീണ്ടുപോയി, പക്ഷേ ഇതിൽ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. പറഞ്ഞല്ലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് വലിയ ഗുമ്മൊന്നുമില്ല, പക്ഷേ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അനുസരിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.